2047 തങ്ങൾ ഇന്ത്യ ഭരിക്കുമെന്ന് അടിക്കടി SDP പറയാറുണ്ട്. പലരും അതിനെ ചിരിച്ചു തള്ളും. പക്ഷെ അങ്ങനെ ചിരിക്കാൻ വരട്ടെ. കഴിഞ്ഞ 30 വർഷം പണിയെടുത്തിട്ടാണ്, അതായത് മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തി ജമാഅത്ത് ഇസ്ലാമിയും SDP പോപ്പുലർ ഫ്രണ്ടും അടക്കം പണിയെടുത്തിട്ടാണ് 30ാമത്തെ വർഷം തികയുമ്പോൾ കേരളം അവർ കൈപ്പിടിയിൽ ഒതുക്കിയത്. അവരുടേതായ ഒരു മുഖ്യമന്ത്രിയെ അവരോധിച്ചത്. ചരിത്രം പരിശോധിച്ചാൽ ഇതിനുള്ള അനവധി തെളിവുകൾ കിട്ടും. പക്ഷെ ആ തെളിവുകൾ എത്ര പേർ അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാര്യത്തിലേക്ക് വരാം. കെ കരുണാകരന്റെ കാലം തൊട്ടേ ഇതിനുള്ള നീക്കം തുടങ്ങിയിരുന്നു. കെ കരുണാകരനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഏവരും പഴിച്ചിരുന്നത് മെത്രാന്മാരെ മനോരമയുമായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അതിൽ ഒരു സൈലന്റ് പാർട്ണറായി ലീഗും ഉണ്ടായിരുന്നു. അവർ പുറമേ നിന്ന് ഇരയ്ക്കൊപ്പമാണെന്ന് ധരിപ്പിച്ചു. പക്ഷെ വേട്ടക്കാർക്കൊപ്പമായിരുന്നു എന്ന് മാത്രം ആരും തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞ കുറച്ചു പേരിൽ ഒരാൾ കെ കരുണാകരൻ തന്നെയായിരുന്നു. പിന്നീട് വന്ന AK ആന്റണി. AK ആന്റണി ഒടുവിൽ പറഞ്ഞൊഴിഞ്ഞിറങ്ങുമ്പോൾ പറഞ്ഞത്, ഈ പ്രഷർ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, അവർ പറയുന്നതൊന്നും ചെയ്തു കൊടുക്കാൻ തനിക്കാകുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്രത്തോളം ഈ ഒരു രംഗം വഷളായിരിക്കുന്നു എന്ന് പറഞ്ഞവർ മടങ്ങി. പിന്നീട് VS അച്യുതാനന്ദന്റെ വായിൽ നിന്നും നാം അത് കേട്ടു. പിന്നീട് അവർ ലക്ഷ്യം വെച്ചത് ഉമ്മൻചാണ്ടി ആയിരുന്നു. ഉമ്മൻചാണ്ടിക്ക് അവർക്ക് തകർക്കാൻ പറ്റുന്നതിന് അപ്പുറമുള്ള ഒരു ഇമേജ് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. ഒടുവിൽ സ്വന്തം കുടുംബത്ത് തന്നെ ആളെ എത്തിച്ച് അതിനുള്ള പണിയും അവർ നടത്തി. ഒടുവിൽ കുടുംബം തന്നെ തകരുന്ന ഒരു സാഹചര്യം നമ്മളിത് മാധവിക്കുട്ടിയിലും കണ്ട പ്രതിഭാസം. ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു നേതാവിനെ തകർക്കാൻ ഏതറ്റം വരെ ഈ സംഘടിത വിഭാഗങ്ങൾ നീങ്ങും എന്നുള്ളത് ഇതിൽ ഒരു പാർട്ടിയല്ല. ആ പാർട്ടി മുൻപിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ പാർട്ടിക്ക് ചുറ്റും അനവധി പേർ മറ്റുള്ളവരുണ്ട്. അവരെല്ലാം പണിയെടുത്ത് ഒരു പരുവത്തിലാക്കി. ഇതിനിടയിൽ CPM ഹൈജാക്ക് ചെയ്യാനും അവർക്കായി. അങ്ങനെയാണ് CPM അഭിമന്യു എന്ന കൊലപാതകത്തിൽ കമാന്നൊരക്ഷരം മിണ്ടാൻ കഴിയാത്ത സാഹചര്യം വന്നത്. വോട്ട് എന്നതൊരു വലിയ ദൗർബല്യമാണ് രാഷ്ട്രീയക്കാർക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. പിന്നീട് SDP നെടുമങ്ങാട് അടക്കം കയറി മേഞ്ഞപ്പോഴും അവരുടെ പേര് പറയാൻ CPM മടിയായിരുന്നു. ഇങ്ങനെ പോകുന്നു അവരുടെ കാര്യം. ഏറ്റവും ഒടുവിൽ CPM വേണ്ടി നിലകൊണ്ട വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കുമെതിരെ ലീഗിന്റെ അണികൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ കമാന്നൊരക്ഷരം മിണ്ടാൻ അവരുടെ SFI ഒരു നേതാവ് പോലും വന്നില്ല. പക്ഷേ SFI ഒരു നേതാവ് തന്നെ ലീഗിനെ മുൻനിർത്തി മുസ്ലിങ്ങളെ താറടിക്കാൻ BJPക്കാർ ശ്രമിക്കുന്നു എന്ന് പ്രസ്താവന വന്നതും വളരെ വിചിത്രമായി തന്നെ തോന്നി. അതായത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുസ്ലിം ലീഗിനെ ഇല്ലെങ്കിൽ ആ മുസ്ലിം ലീഗ് പ്രതിദാനം ചെയ്യുന്ന വിവിധ മുസ്ലിം സംഘടനയെയും മുസ്ലിം മതവിഭാഗത്തിനെയും പ്രീണിപ്പിച്ച് മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് ഇടതും വലതും പറയാതെ പറയുകയാണ് കേരളത്തിൽ. ഒടുവിൽ അവർക്ക് കിട്ടിയ ഒരു നേതാവായിരുന്നു VD സതീശൻ. VD സതീശൻ തുടക്കം മുതൽ തന്നെ കയറി കളിച്ചു. NSSനും SNDPക്കുമെതിരെ പരസ്യ നിലപാടെടുത്തു. ഇത് തന്നെ മതിയായിരുന്നു ലീഗിന് VD സതീശനെ പ്രിയപ്പെട്ടവനാക്കാൻ. പിന്നീട് VD സതീശന്റെ യാത്രകളൊക്കെ തെക്കോട്ടായിരുന്നില്ല, വടക്കോട്ടായിരുന്നു. ആ യാത്രകൾക്കൊടുവിൽ ഫലം കാണുകയും ചെയ്തു. അപകടം തിരിച്ചറിഞ്ഞ ചെന്നിത്തലയാകട്ടെ ഇടയ്ക്ക് മീശ നോവൽ, അതായത് ഹിന്ദുക്കളെ അപമാനിക്കുന്ന മീശ നോവൽ സ്വന്തമായി അച്ചടിച്ചിറക്കുമെന്ന് വരെ പറഞ്ഞു. ഈ കളികളൊന്നും പ്രത്യക്ഷമായി ഇല്ലാതിരുന്ന KC വേണുഗോപാൽ ദില്ലിയിൽ അങ്ങനെ മുൻപോട്ട് പോയി. വേണുഗോപാലിനെ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നുമില്ല. അങ്ങനെ VD സതീശന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമി, SDP പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം ലീഗും മുസ്ലിം സമുദായത്തിലെ അറിഞ്ഞും അറിയാത്തതുമായ അനവധി സംഘടനകൾ പുറകിൽ കോപ്പുകൂട്ടി. അവർ കാത്തിരുന്ന സ്വപ്നം പലരെയും വെട്ടി വീഴ്ത്തി കഴിഞ്ഞ 30 വർഷമായി അവരൊരുക്കിയ വഴിയിലൂടെ VD സതീശൻ നടക്കുന്നു. ഏറ്റവും ഒടുവിലാണ് ട്വിസ്റ്റ് സംഭവിച്ചത്. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു എതിരാളി കടന്നു വന്നു, KC വേണുഗോപാൽ. മുഖ്യമന്ത്രി പദത്തിൽ KC വേണുഗോപാൽ മത്സരരംഗത്തുണ്ടാകുമെന്നവർ സ്വപ്നേബി വിചാരിച്ചില്ല. തുടർന്ന് വലിയ ഹാലിളക്കം. ഒടുവിൽ ഹൈക്കമാൻഡ് വിളിച്ചപ്പോൾ കേരളത്തിൽ KC ആണെങ്കിൽ ഒരു കലാപത്തിന് തന്നെ സാധ്യതയുണ്ട് എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. പ്രിയങ്കയ്ക്ക് സീറ്റ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെ അവരെ പിണക്കി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ VD സതീശന് മുഖ്യമന്ത്രി പദം കിട്ടി എന്ന് വേണം അനുമാനിക്കാൻ. ഏതായാലും മുഖ്യമന്ത്രിയായി VD സതീശൻ എത്തി. അതിനെ ജനഹിതം എന്നോ എന്ത് ഹിതമെന്നോ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ഒതുങ്ങിപ്പോയത് KCയും RCയുമാണ്. പക്ഷെ അവരായി വരുത്തി വെച്ച വിനയാണിതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചവിട്ടി നിന്ന് മണ്ണ് മറന്നുകൊണ്ട് പലതും ചെയ്യാൻ ശ്രമിച്ചു. മതേതരത്വം കൂടിയാലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് ചെന്നിത്തലയ്ക്ക് സംഭവിച്ചത്. ഏതായാലും അവരൊക്കെ നിഷ്പ്രഭമായി എന്ന് കരുതാൻ കഴിയില്ല. കാരണം കോൺഗ്രസിൽ അവരും അവരുടെ അനുയായികളും ശക്തരായി തന്നെ നിലകൊള്ളുന്നു. ഇനി മന്ത്രിസഭാ വികസനം വരുമ്പോൾ അവരെടുക്കുന്ന തീരുമാനത്തിൽ ലീഗിന് ഇടപെടാൻ കഴിയില്ല. അങ്ങനെ ഇടപെട്ടാൽ ഇപ്പോൾ VD സതീശനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗമെങ്കിലും ലീഗിനെതിരെ തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനിടയിൽ സൈലന്റായി പോയിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അത് മെത്രാന്മാരാണ്. VD സതീശൻ കോൺഗ്രസുമൊക്കെ ജയിച്ചു കഴിയുമ്പോൾ മേനി നടിക്കാമെന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ ഒരു ചാൻസ് പോലും ലീഗ് കൊടുത്തില്ല. അവർ നിറഞ്ഞാടി. അതിനിടയിൽ ഏതൊക്കെയോ മെത്രാന്മാർ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് VD സതീശൻ എന്നൊക്കെ പറഞ്ഞ് മെഴുകാൻ നോക്കി. പക്ഷെ വലിയ റീച്ച് ഒന്നും ഇല്ല. ഏതായാലും സൈലന്റ് ആയിട്ട് അവർ നിൽക്കുന്നു. ഇനി മന്ത്രിസഭയിൽ തങ്ങളുടെയൊക്കെ പ്രതിനിധികൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് പറയാൻ പോലുള്ള ആംബിയർ അവർക്കില്ല.
ഇനി സുകുമാരൻ നായരിലേക്കും വെള്ളാപ്പള്ളിയിലേക്കും വരാം. ലീഗ് അവരെ ചീത്ത വിളിച്ചതിൽ, അല്ലെങ്കിൽ ലീഗിന്റെ പ്രവർത്തകർ അവരെ ചീത്ത വിളിച്ചതിൽ അതിശയോക്തി ഒന്നുമില്ല. അതവർ ഇരന്നു വാങ്ങിയത് തന്നെയാണ്. ഇക്കാലം അത്രയും ലീഗിനെതിരെ നിരന്തരം അവർ പറഞ്ഞുകൊണ്ടിരുന്നു. സ്വാഭാവികമായി അവർ അധികാരത്തിലെത്തിയപ്പോൾ തിരിച്ചു പറഞ്ഞു. അങ്ങനെ കരുതുന്നതായിരിക്കും നല്ലത്. കാരണം സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരും മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയം പറയാൻ പോയാൽ തിരിച്ചും അത് പ്രതീക്ഷിക്കണം. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരെ പേരെടുത്ത് നടുറോഡിൽ പച്ചയ്ക്ക് തെറിവിളിക്കാൻ അവർക്ക് ചങ്കൂറ്റം നൽകിയത് മറ്റൊന്നുമല്ല, ഈ രണ്ട് നേതാക്കന്മാർക്കും അവരുടെ സമുദായങ്ങളെ പോലും ഒന്നിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അവർക്കതിന് കഴിയുമായിരുന്നു, അവർക്ക് ശക്തമായി മുൻപോട്ട് പോകാൻ കഴിയുമായിരുന്നു. അവർ പക്ഷെ ചെയ്തത് AC റൂമിലിരുന്ന് ചാനലുകാരെ വിളിച്ച് തങ്ങളുടെ നിലപാട് പറയുകയായിരുന്നു. പക്ഷെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ സമുദായങ്ങളെ തെരുവിലിറക്കിയിരുന്നെങ്കിൽ സംഘടന ശക്തി മറ്റുള്ളവർക്ക് ബോധ്യമാകുമായിരുന്നു. അവരതിന് തുനിഞ്ഞില്ല. പകരം അവരവരുടെ റൂമിലിരുന്ന് അവരുടേതായ നീക്കങ്ങൾ നടത്തി. അതിൽ പുളകിതരായി, രോമാഞ്ചം കൊണ്ടു ഒടുവിൽ വഴിനീള തെറി കേൾക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഏതായാലും ഒരു കാര്യത്തിൽ സംഘികൾക്ക് അഭിമാനിക്കാം. കാരണം ഈ കളികളിലൊന്നും സംഘികൾക്ക് പ്രത്യേകിച്ച് റോളില്ല. കാരണം സംഘികളെ സംബന്ധിച്ച് അവർക്ക് ഒരു ചെറിയ വഴി കേരളത്തിൽ തുറന്നു കിട്ടിയിട്ടുണ്ട്. സംഘികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഏത് വഴിക്ക് സഞ്ചരിക്കണമെന്നുള്ള ഒരു സംശയം മാത്രമാണ്. ആരെ പിടിച്ചാൽ ഊരുവഴയ്ക്കുമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ചിന്ത. കൂടെ നിൽക്കുന്ന ഹിന്ദുക്കളെ സൂചിപ്പിച്ചാൽ മതേതര പ്രതിച്ഛായ തകരുമോ എന്ന് അതിൽ ചില നേതാക്കളെങ്കിലും ഭയക്കുന്നു. അതുകൊണ്ട് ഹിന്ദുക്കളെ കൂട്ടുപിടിച്ച് അവരെ ഐക്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ അരമനകളിലേക്ക് ഓടും. പറ്റിയാൽ പാണക്കാട്ടേക്ക് എത്താനും മടിക്കില്ല. ഇതൊക്കെയാണ് അവർക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട ദുര്യോധന സഭയിലെത്തിയവരെ പോലെ നിൽക്കുകയാണ് അവരിൽ പലരും. അത് മാറ്റിവെച്ചാൽ അവർക്ക് വഴിതെളിയും. SNDPക്കും NSSനും ശക്തമായ നിലപാടുകൾ എടുക്കുകയും തെരുവിലിറങ്ങാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ തെരുവിലിറങ്ങാൻ അവർ തയ്യാറാകുകയും ചെയ്യുകയാണ് എങ്കിൽ, പരസ്പരം കുറ്റപ്പെടുത്താതെ മുൻപോട്ട് പോവുകയാണ് എങ്കിൽ, ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ എതിരാളികളെ ചൊറിയാൻ പോകാതെ സമുദായത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ അവർക്ക് ആ പഴയ കരുത്തും ബലവും തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. മെത്രാന്മാരുടെ കാര്യം കഷ്ടമാണ്. അതെന്തൊക്കെയായി തീരുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതവർ ഭാവിയിൽ അവർ തന്നെ തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇതാണ് കേരളത്തിൽ നടന്നത്. സംഘടിതമായ ന്യൂനപക്ഷം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം, അവർക്ക് പിന്നിൽ എല്ലാ സംഘടനകളും അണിനിരുന്നുകൊണ്ട് ശക്തമായി തന്നെ നടത്തിയ 30 വർഷം നടത്തിയ നീക്കങ്ങളാണ് ഞാൻ ഒന്നിടവിടാതെ ഒന്നായി പറഞ്ഞു വന്നത്. ഇനി നിങ്ങൾ കരുതും SDPയുടെ പിന്തുണ ഇത്തവണ LDFനായിരുന്നല്ലോ എന്ന്. പക്ഷേ അവിടെയും നിങ്ങൾക്ക് തെറ്റി. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ LDFന്, അതായത് SDPക്ക് അനവധി വാർഡ് മെമ്പർമാരുണ്ട്. പഞ്ചായത്തുകൾ ശക്തമാണ്. പല ബൂത്തുകളിലും അവർ 1ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ വോട്ടെണ്ണിയപ്പോൾ അവിടെയല്ല G സുധാകരനാണ് 1ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്തേക്ക് പോയി അവരുടെ പ്രിയപ്പെട്ട HSL. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സംഭവം നിസ്സാരമാണ്. കാരണം ഇത്തവണ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അവരിതുവരെ പണിയെടുത്തത് ഒരു തങ്ങൾക്ക് ആഭിമുഖ്യമുള്ള തങ്ങളുടേതായ ഒരു മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ മുസ്ലിം മുഖ്യമന്ത്രി വരിക എന്നുള്ളത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അവരവരുടെ ഡെമ്മിയെ ഇല്ലെങ്കിൽ പ്രോക്സിയെ വാഴിച്ചു എന്ന് വേണം കരുതാൻ. ഇവിടെ എല്ലാവരും ഒന്നു തന്നെയാണ്. ഇത് തിരിച്ചറിയാൻ കേരളം എത്രത്തോളം വൈകും എന്നറിയില്ല. പക്ഷെ ഇതാണ് സത്യം. ഇന്നല്ലെങ്കിൽ നാളെ ഇത് തിരിച്ചറിയുമായിരിക്കും. ഇത് തന്നെയാണ് ന്യൂസിന്റെ വളരെ പോയിന്റ്. നന്ദി, നമസ്കാരം.